നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷ സംഘടനകളുടെ എതിർപ്പിനിടെ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിൽ. വിദേശ പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം. സഭ ഉയർത്തുന്ന ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് CBCI. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബില്ല് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്ന പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഏകാധിപത്യ അധികാരം സർക്കാരിന് നൽകുന്ന ബില്ലെന്ന് കർദിനാൾ ക്ലിമിസ് ബാവ. SDP-യുടെ പിന്തുണ CPM ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമത്ത SDP-യെ CPM ബന്ധമെന്ന ആരോപണം വസ്തുതാവിരുദ്ധം. CPM എന്നും വർഗീയതയ്ക്കെതിരെന്നും മുഖ്യമന്ത്രി. നേരിട്ടുള്ള സംവാദത്തിനല്ല, ഫേസ്ബുക്ക് സംവാദത്തിനാണ് VD സതീശിനെ ക്ഷണിച്ചതെന്ന് പിണറായി വിജയൻ. വമ്പൻ വാഗ്ദാനങ്ങളുമായി NDA പ്രകടന പത്രിക. ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം എന്ന തലവാചകം. പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഭക്ഷ്യാരോഗ്യ കാർഡ്. എയിംസ് യാഥാർത്ഥ്യമാക്കും. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 LPG സിലിണ്ടർ സൗജന്യം. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ സർവീസ്. ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ളം സൗജന്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. പരസ്പരം രക്ഷിക്കാനുള്ള ഒത്തുകളിയാണ് CPM-ഉം BJP-യും നടത്തുന്നതെന്ന ആരോപണം. കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ നടപ്പിലാക്കുന്ന 5 വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച് രാഹുൽ. CPM വിട്ട B. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും രാഹുൽ ഗാന്ധിക്കൊപ്പം വേദി. സഹകരണ വകുപ്പ് സോഫ്റ്റ്വെയർ കരാറിൽ ഹൈക്കോടതി നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ടെൻഡർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തത് മെയ് 19 വരെ. ലോകായുക്ത നിയമ ഭേദഗതി ശരിവെച്ച് ഹൈക്കോടതി. നിയമ ഭേദഗതിക്കെതിരായ പ്രതിപക്ഷ ഹർജി തള്ളി. ലോകായുക്ത നടപടികളിൽ തീരുമാനമെടുക്കാൻ നിയമസഭയ്ക്ക് അധികാരം. ഭേദഗതിയിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ച് കോടതി. ലോകായുക്ത ശുപാർശ സമർപ്പിച്ച 3 മാസത്തിനകം നിയമസഭാ തീരുമാനമെടുത്തില്ലെങ്കിൽ റിപ്പോർട്ട് അംഗീകരിച്ചതായി കണക്കാക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച്. കോഴിക്കോട് ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ യാത്രക്കാരിയായ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഡിവിഷണൽ റെയിൽവേ മാനേജരും ഫറൂഖ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറും അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം. മുൻ ടെന്നീസ് താരം ലിയാൻഡർ പേസ് BJP. ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അംഗത്വം നൽകി സ്വീകരിച്ചു. കായിക മേഖലയെയും യുവാക്കളെയും സേവിക്കാനുള്ള വലിയ അവസരമാണിതെന്ന് ലിയാൻഡർ പേസ്. കായിക വിദ്യാഭ്യാസത്തിന് യുവാക്കളെ പ്രചോദിപ്പിക്കുന്നതിൽ ശ്രദ്ധ നൽകുമെന്നും പേസ്. 54 വർഷത്തിന് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക്. ആർട്ടിമിസ് 2ാം ദൗത്യ വിക്ഷേപണം മറ്റന്നാൾ ഇന്ത്യൻ സമയം 3:54. കൗണ്ട് ഡൗൺ തുടങ്ങി. 10 ദിവസം നീളുന്ന യാത്രയിൽ 4-അംഗ സംഘം ചന്ദ്രന് ചുറ്റും. യുദ്ധം നിർത്തിയാൽ മാത്രം ചർച്ച ചെയ്യുന്ന അമേരിക്കയോട് ഇറാൻ. സമാധാന ശ്രമങ്ങളുടെ മറവിൽ ആക്രമിച്ച ചതി മറക്കില്ലെന്നും ഇറാൻ. ഹോർമൂസിൽ ഇറാൻ സുരക്ഷാ കൗൺസിൽ പുതിയ നടപടികൾ പ്രഖ്യാപിച്ചു. കപ്പലുകൾക്ക് പുതിയ മാർഗനിർദ്ദേശം. ഹോർമൂസ് കടലിടുക്ക് വഴി എത്തിയ LPG ചരക്ക് കപ്പൽ മുംബൈ തീരത്ത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.